ഏറ്റവും നല്ല ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തന്നെയാണ്, എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങും, കുറച്ച് കുട്ടികൾ വരും, ഇവർക്ക് റിസൾട്ട് ഉണ്ടാവത്തില്ല, ഈ കുട്ടികൾ എന്ത് ചെയ്യും, നിർത്തും. അടുത്ത ഒരു ബാച്ച് ഓഫ് കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുക പൊതുവെ ചെയ്യുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വരാൻ ഇഷ്ടമുണ്ടാവുക എന്ന് ആ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ നമ്മുടെ അടുത്ത് പറയുന്നത് വലിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ. അതെ, സ്ഥാപനത്തിന്റെ വിജയമാണ്. നമസ്കാരം. അല്ലെ അൻഫാങ് ഇസ്റ്റ് ഷ്വയ. എല്ലാ തുടക്കങ്ങളും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എല്ലാ തുടക്കങ്ങളും മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത് എപ്പോഴും ഒരു സംരംഭകനാണ്. ബുദ്ധിമുട്ടുകളും അതേപോലെ വളർച്ചകളെയും പറ്റി കൂടുതൽ ഇന്നും നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ അമീർ പുളിമുട്ടിലാണ്. നമസ്കാരം അമീർ, ആൻഡ് വെൽക്കം ടു ദ ഷോ. ഈ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണവും അതിൻ്റെ പിന്നിലെ ഐഡിയയും പറ്റിയിട്ട് നമ്മളോടൊന്ന് സംസാരിക്കുന്നു. സർവീസ് സെക്ടറിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ആ സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് അല്ല ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, IELTSഉം OETയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായി ആ മാർക്കറ്റ് വല്ലാതെ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ഇതിന് വലിയൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. എൻ്റെ സുഹൃത്ത് ജർമ്മനിൽ വർക്ക് ചെയ്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആളുമായിട്ട് ഞാൻ സംസാരിച്ചു. ആള് തിരിച്ച് നാട്ടിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തിയത്. വന്നതിന് ശേഷം 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ആള് പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായിരുന്നു. സോ ഞങ്ങളൊരു സിലബസ് പ്ലാൻ ചെയ്തു. ആ സിലബസ് വെച്ചിട്ട് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജർമ്മൻ, IELTS, OET ഇങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത് ആദ്യം. അതിനകത്ത് ജർമ്മനാണ് ലാസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്തത്. IELTSഉം OETയും സ്റ്റോപ്പ് ചെയ്തു. ആദ്യം നമ്മൾ ചെറിയ നമ്പർ ഓഫ് കുട്ടികൾ, 40 കുട്ടികളെ ഒക്കെയാണ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 100-120 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. അത് വന്നത് മുഴുവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതിന് ശേഷം അവരഭിപ്രായം പറഞ്ഞ്, പഠിച്ച കുട്ടികൾ അഭിപ്രായം പറഞ്ഞ് അവരുടെ റെഫറൻസിൽ നിന്ന് വന്നവർ കുട്ടികളായിരുന്നു, സ്റ്റുഡൻസ് ആയിരുന്നു. വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു. സോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ പലതരത്തിൽ ഞങ്ങളെ തന്നെ വിലയിരുത്തി. അതിനുശേഷമാണ് നമ്മൾ ഇത് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ. ഈ ബിസിനസ് ഐഡിയയിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള അമീറിന്റെ ലൈഫ് ഓർ ദ സ്ട്രഗിൾസ് ദാറ്റ് ബ്രോട്ട് യു ടു ദിസ് പോയിന്റ്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ച് എൻട്രൻസ് ഒക്കെ പാസ്സായി നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗിന് അഡ്മിഷനൊക്കെ കിട്ടിയത്. പക്ഷേ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 5 സെമസ്റ്ററിന് ശേഷം ഡ്രോപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം ചെറിയ പല ജോലികളും ചെയ്തു. കുറെ ജോലികൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിയയിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ICICI ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് രാവിലെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു സീരിയലാണ് രജപുത്രയുടെ, അസിസ്റ്റ് ചെയ്യാമോ, ജോലിയാണ്, ഇപ്പൊ എനിക്ക് ജോലി വേണം, 700 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, രാവിലെ ഇവിടുന്ന് ട്രെയിനിൽ കയറി ട്രിവാൻഡ്രം പോയി 3-4 ഷെഡ്യൂൾ വർക്ക് ചെയ്തു. എന്റെ കൂടെ നിന്ന പല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ എക്സ്പീരിയൻസ് ഉള്ളവർ അവരോടൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം വന്നിട്ട് ലാസ്റ്റ് ഞാനൊരു നിവൃത്തിയില്ല, ജോലി എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗം വേണം എന്ന് വിചാരിച്ച് റോഡിൽ പടുത വിരിച്ച് പച്ചക്കറി കച്ചവടം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അതൊരു കടയായി. അതിനുശേഷം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രഗിളിന്റെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിന്ന കുറച്ചധികം ആളുകൾ ഈ സ്ട്രഗിളിംഗ് പീരീഡിലോട്ടുണ്ട്. ഈ പഴയ കാലം തൊട്ട് എൻ്റെ കൂടെ ഒരുപാട് പേര്, വൈഫ് അടക്കം ഒരുപാട് പേര് നിന്നിട്ടുണ്ട്. സോ ഞാൻ ഒറ്റയ്ക്കല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ടീം ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ടീമാണ്. ആദ്യം മുതലുള്ള 7-8 പേര് എൻ്റെ കൂടെ ഉണ്ട്. അവര് ചെറിയ പ്രായത്തിൽ തൊട്ട് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ ഏറ്റവും നല്ല ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ തന്നെയാണ്, എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലാർജസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ജർമ്മൻ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അതെ. തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഓൺലൈൻ ആയിട്ടൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങിയത്. സോ അവിടെ നിന്നൊക്കെ റിസൾട്ട് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ കൊച്ചിയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയും അവിടേക്ക് റെഗുലർ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്.
ഓക്കെ. ഫ്രം എ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എന്താണ്? ഇതൊരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, അപ്പോൾ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആണോ അതോ ഉള്ള ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണോ? എന്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഏർപ്പെട്ടത് ഫ്രം എ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ? ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ആക്ച്വലി ഈ രണ്ട് മേഖലയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്താൽ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് തുടങ്ങും, ആ സ്ഥാപനത്തിൽ വന്ന് തുടങ്ങും. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അവരിലൂടെ ഇത് മറ്റുള്ള ആളുകൾ അറിയും. അങ്ങനെയാണ് എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല, സ്റ്റുഡൻസ്. പിന്നെ പ്രൊഡക്റ്റ് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അതിന് ഞങ്ങൾ സ്ഥിരമായിട്ട് റിവ്യൂ എടുക്കും കുട്ടികളുടെ. ഇതെല്ലാം ഞാൻ നേരിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ റിവ്യൂ കൃത്യമായിട്ട് ചോദിച്ച് അവരോട് മനസ്സിലാക്കി ആദ്യം കൗൺസിലിംഗ് വരുമ്പോൾ സംസാരിക്കും. അതിനുശേഷം ഒരു 40 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കും. ഈ 40 ദിവസം ആദ്യം ഞാൻ തന്ന കമ്മിറ്റ്മെന്റ്സ് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ സംസാരിക്കുമ്പം ഇവർ നമ്മളോട് തിരിച്ചു പറയുന്ന മറുപടിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ടീമിനെ മാനേജ് ചെയ്യാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എനിക്കൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്, നമ്പർ ഓഫ് ഇത്ര ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. ക്രിയേറ്റീവ് സൈഡിലും അക്കാദമിക്സിലും മാർക്കറ്റിങ്ങിലും ഓപ്പറേഷൻസിലും വർക്ക് ചെയ്യാനായിട്ട് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. സോ ടീം ബിൽഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് when it comes to അതെ. അഗൈൻ നമ്മൾ സ്റ്റുഡൻസിന്റെ നമ്പർ കൂടുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഒരുപാട് ഫീസ് മേടിച്ച് പഠിപ്പിക്കുക എന്നുള്ള പ്ലാൻ നമുക്കില്ല. കാരണം ഇത് സർവീസ് സെക്ടർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് പഠിച്ച് ഒരു ജോലി ചെയ്യാൻ പറ്റാതിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ വരുമ്പം പൊതുവെ എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമുക്ക് കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് വലിയൊരു ഫീസ് മേടിച്ച് ഇവരെ പറ്റിക്കാനൊന്നും നമുക്ക് പ്ലാനില്ല. അവർക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് വാങ്ങിക്കുക, അത് ഇത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവരെ കൊണ്ട് അടപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് അവരെ പഠിപ്പിക്കുക. പഠിച്ചു കഴിയുന്ന കുട്ടികൾ ഇവിടുന്ന് പോയാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവർക്ക് എന്തിനാണ് ഇവരിത് പഠിച്ചത്, ആ കാര്യം അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ. ചെയ്യാറുണ്ട്. എയിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ അത് ഓഫ്ലൈൻ മാത്രം ക്ലാസ്സസ് തുടർന്നു കൊണ്ടുപോകാനുള്ള തീരുമാനം എന്തുകൊണ്ടായിരുന്നു? ആക്ച്വലി നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. കുട്ടികളുടെ നമ്പർ കുറവാണ്. കാരണം കുട്ടികൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും റെഗുലർ ബാച്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഈ പ്രൊഡക്ടിവിറ്റിയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് നമ്മൾ കൗൺസിൽ ചെയ്യും. കോവിഡിന് ശേഷം എല്ലാ കോഴ്സുകളും ഓൺലൈനാക്കി. ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നാട്ടിൽ ഇഷ്ടം പോലെ, ചവറ് പോലെ ഉണ്ടെന്ന് വേണേൽ പറയാം. അങ്ങനെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങും, കുറച്ച് കുട്ടികൾ വരും, ഇവർക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. ഈ കുട്ടികൾ എന്ത് ചെയ്യും, നിർത്തും. അടുത്ത ഒരു ബാച്ച് ഓഫ് കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുക പൊതുവെ ചെയ്യുന്നത്. നമുക്കും ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പോലെ പഠിക്കുന്ന കുട്ടികളെ ആണ് നമ്മൾ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഓക്കെ. സോ ഈ കുട്ടികൾ പാസ് ഔട്ടായി അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടുപോയാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് സിസ്റ്റം അതിനെ കണക്കാക്കിയിരിക്കുന്നത്? ഫോളോ അപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ജർമ്മനിയിൽ അവർ എത്തുന്നത് വരെ, ഇവർ ജർമ്മനിയിലേക്ക് പോകാനായിട്ടാണല്ലോ ജർമ്മൻ ഭാഷ പഠിക്കുന്നത്, അതുവരെ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവരെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അതിന് നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് ഫ്രീ ആയ വർക്ക്ഷോപ്പുകൾ കൊടുക്കും. വൺസ് ഇവർ നമ്മുടെ അടുത്ത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യം എന്ന് തീരുന്നോ അന്ന് വരെ ഈ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാം. എത്ര നാൾ, ഇനിയിപ്പോ ഒരു 3 വർഷം എടുത്തെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ. അങ്ങനെ എടുക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ കുട്ടികൾ എത്തണം എന്നാ. ഇൻ കേസ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പെട്ടെന്ന് ജർമ്മനിയിൽ എത്താൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം അവർക്ക് കുറച്ച് നാൾ ലേറ്റ് ആയി, അങ്ങനെ ലേറ്റ് ആകുന്ന കുട്ടികളെ നമ്മൾ എത്ര നാൾ ഇവർ ലേറ്റ് ആയാലും പഠിപ്പിക്കും. എനിക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നവരുണ്ട്, വെറുതെ അവിടെ വരുന്നവരുണ്ട്, പഠിക്കാൻ വരുന്നവരുണ്ട്. എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം. പിന്നെ ഫ്രീ വർക്ക്ഷോപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യും. എക്സാം പ്രിപ്പറേഷൻ എല്ലാം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ പാരാമീറ്റർ? എന്താ ഒരു ടീച്ചറെ സെലക്ട് ചെയ്യാൻ? നമുക്ക് ഒരുപാട് അധ്യാപകരുണ്ട്, പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യും.
ഹയർ ചെയ്തതിനു ശേഷം നമ്മുടെ ട്രെയിനിങ് ഉണ്ട്, ഓക്കെ എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് അവർക്ക് കൊടുക്കും. സോ ഇതാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്, ഈ സിലബസ് ആണ്, ഇതെങ്ങനെ ഇവർ പഠിപ്പിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഈ ട്രെയിനിങ്ങിന് ശേഷമാണ് ഓരോ ക്ലാസ്സിലും നമ്മൾ കുട്ടികളെ കയറ്റുന്നത്. ക്ലാസ്സിൽ കയറി അധ്യാപകർ ഒരു 1 വീക്ക് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ കുട്ടികളുടെ റിവ്യൂ എടുക്കും. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ കുട്ടികൾ, ഈ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ, ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് 15 വർഷം അല്ലെങ്കിൽ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റീനെ കിട്ടും. അദ്ദേഹം ഇന്നത്തെ കുട്ടികളുമായിട്ട് ഇടപെടാനോ അവരെ പഠിപ്പിക്കാനോ ഒരു പക്ഷേ ആളുടെ സ്കില്ല്, ആ എക്സ്പീരിയൻസ് മതിയാവില്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല കേട്ടോ, എയിമിൽ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആളുകളുടെ സ്കില്ല്, ടീച്ചിങ്ങിലുള്ള സ്കില്ലുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് വരുവാണെങ്കിൽ മാറ്റും. നല്ല ആളുകളെ മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക പൊതുവെ ചെയ്യുന്നത്. നല്ല അധ്യാപകരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. ഈ ഇത്രയും ഒരു എപ്പോഴും നമ്മൾ ഹയറിങ്ങും ഫയറിങ്ങും നടന്നുകൊണ്ടിരിക്കും. ഒരു സ്ഥാപനമാകുമ്പം ഹയറിങ്ങും ഫയറിങ്ങും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതിനകത്തു നിന്ന് നല്ല ആളുകളെ നമ്മൾ നിലനിർത്തും. മോശമാണെന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായും നമ്മൾ എന്ത് ചെയ്യും, അവരെ മാറ്റും. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ജർമ്മനി. ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ ആൾക്കാർ കൂടുതൽ താല്പര്യപ്പെടുന്നത് ഏത് പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കുന്നവരാണ്? ലൈക്ക് നേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതിലുപരി എന്തൊക്കെ രീതിയിലുള്ള ജോബ് അവന്യൂസ് ആണ് ജർമ്മനി യൂഷ്വലി തുറന്നു കൊടുത്തിരിക്കുന്നത്, സോ ദാറ്റ് ചിൽഡ്രൻ കം ആൻഡ് സ്റ്റഡി ദേർ? ജർമ്മനി വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജർമ്മനിയിൽ നഴ്സിംഗോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മിഷനറീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജർമ്മനിയാണ്. എല്ലാ കാറുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജർമ്മനിയാണ്. ഒരുപാട് കമ്പനികൾ ജർമ്മനിയിലുണ്ട്. സോ ഏത് തൊഴിൽ മേഖലയിലും ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. ഹൗസ് ബിൽഡിങ്ങിന്റെ കീഴിൽ ഏകദേശം 300ഓളം കോഴ്സുകളുണ്ട്. അതിൽ നഴ്സിംഗ് ആണ് പോപ്പുലർ എന്നേ ഉള്ളൂ. കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് നഴ്സിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഭീമമായ തുകയുണ്ട്. ഇതിലും കുറച്ചുകൂടെ ഫീസ് കുറവാണ് തമിഴ്നാട്ടിലോ കർണാടകയിലോ, കുറച്ചുകൂടെ. അവിടെയും ചെന്ന് പഠിച്ച്, ഫോർ എക്സാമ്പിൾ 4 വർഷത്തെ കോഴ്സ് നഴ്സിംഗ് പഠിക്കണം. ഇത് പഠിച്ചിറങ്ങി 1 വർഷമെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം. ജോലി ചെയ്തതിന് ശേഷം ഇവര് മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം എഴുതണം. OETയോ IELTSോ പ്രോമെട്രിക്കോ DHAയോ HADO ഏതെങ്കിലും ഒരു എക്സാം എഴുതണം. ഈ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഇവർക്ക് ഒരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകണമെങ്കിൽ പോലും ഇവര് ഭീമമായ തുക വീണ്ടും സർവീസ് ചാർജും റിക്രൂട്ട്മെന്റ് ഫീസും കൊടുക്കണം. ശരിയല്ലേ? ഇത്രയും പൈസ കൊടുത്ത് മറ്റൊരു രാജ്യത്ത് നിന്ന് വീണ്ടും ഇപ്പോൾ ഇവർക്കുണ്ടായ ബാധ്യതകളൊക്കെ ഇവർ തീർത്ത് പതുക്കെ സെറ്റിലായി വരണം. ഇത് വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ സമയത്ത് തന്നെ, ഇപ്പോൾ +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും പോകാം. +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ചെറിയ സർവീസ് ചാർജ് പൊതുവേ വരുന്നുള്ളൂ. സർവീസ് ചാർജ് ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരുപാട് റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട്. സോ ഇവർക്ക് എളുപ്പം എന്ത് ചെയ്യാം, ജർമ്മനിയിലെത്താം. ജർമ്മനിയിൽ എത്തിയതിനു ശേഷം ഈ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ജോബും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന സ്റ്റൈപ്പൻഡ് വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഫീസ് ജർമ്മനിയിൽ ഇല്ല. ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്കൊന്നും ഫീസ് ഇല്ല. അതുകൊണ്ട് ഇത്രയും വലിയ ഭീമമായ തുക വരുന്നില്ല. ഇവർക്ക് PR കിട്ടാൻ അധികം സമയം എടുക്കില്ല. ഇവർ നാട്ടിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവർ ജർമ്മനിയിൽ സെറ്റിൽ ആവും. നാട്ടിലൊരു നഴ്സിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് നഴ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് ജർമ്മനിയിൽ എത്തുന്ന ഒരു കുട്ടി എന്ത് ചെയ്യും, നഴ്സിംഗ് അല്ല ഏത് കോഴ്സാണെങ്കിലും അവരവിടെ സെറ്റിൽ ആവും. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജർമ്മനി ഓപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ വലിപ്പം. അധികം ചെലവില്ല. ഓക്കെ, സോ ഇപ്പോൾ അമീർ പറഞ്ഞത് പ്രസന്റ്ലി ഹൗ എയിം ഇസ് ഗോയിങ്, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിൽ എന്താണ് എയിം, എവിടെയാണ്, വേർ ഡു യു സീ എയിം? ഞാൻ അതിനെ കാണുന്നത്, എനിക്കൊരു ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ നിലനിന്ന് പോകാൻ ഒരു പ്ലാനേ ഇല്ല. സോ സർവീസ് സെക്ടറിൽ കൂടുതൽ സ്റ്റുഡൻസിന്, ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളെ എയിം ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അവർ എയിമിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, അത് എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസപരമായി എല്ലാ മേഖലയിലും കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ കോഴ്സുകളുണ്ടോ അതിലെല്ലാം പ്രൊഡക്റ്റീവായിട്ട് ജോലി ലഭിക്കുന്ന കുറേ അധികം കോഴ്സുകൾ നാട്ടിലുണ്ട്. അതിൽ ഏതൊക്കെ കോഴ്സുകളുണ്ടോ അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇനി അടുത്തത് കുറച്ചധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രോമെട്രിക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രോമെട്രിക്, DHA, HAD ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്യുന്ന, ഇപ്പം സൗദിയിലേക്കൊക്കെ
നഴ്സുമാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോമെട്രിക് മാൻഡേറ്ററി ആക്കി. ഓക്കെ. അപ്പം പ്രോമെട്രിക്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻസ് ഒരുപാടുണ്ട്. സോ ഇതിന് ഇൻവെസ്റ്റേഴ്സിനെ ആർ യു സെർച്ചിങ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കേസിൽ? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം യു ക്യാൻ ആസ്ക്. ആക്ച്വലി നമ്മൾ വലിയ ഫണ്ടിങ് കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ വളരെ പതുക്കെ ഗ്രോ ചെയ്ത ഒരു സ്ഥാപനം, സമയമെടുത്ത് കൃത്യമായ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഗ്രോ ചെയ്ത ഒരു സ്ഥാപനം. അപ്പൊ വലിയ ഫണ്ടിങ് കിട്ടുക എന്നുള്ള പ്ലാൻ അല്ല നമുക്കുള്ളത്. മാർക്കറ്റിങ്ങിന് ഫണ്ടിങ് വേണം, ഫണ്ട് പൈസ ഉണ്ടെങ്കിലേ മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് 1 രൂപ പോലും ഫണ്ട് എടുക്കാതെ, ഒരാളുടെ അടുത്ത് നിന്ന് ഫണ്ട് എടുക്കാതെയാണ് നമ്മളിപ്പോ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ബാധ്യതകളുമില്ല, കമ്പനിക്ക് നിലവിൽ ബാധ്യതകളുമില്ല. കൃത്യമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഒരുപാട് വരുമാനം കിട്ടും എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ ബ്രാൻഡ് വലുതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ബ്രാൻഡ് വലുതാകും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അത് മനസ്സിലാക്കി ഒരു വലിയൊരു സർവീസ് സെക്ടറിൽ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. അല്ലാതെ വലിയ സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് വരുന്ന ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ നിലവിൽ പ്ലാൻ ഇല്ല. കുറച്ച് എത്തിക്കലായിട്ട് വേണം ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സോ റീഐറ്ററേറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ, ഇപ്പോൾ പറഞ്ഞല്ലോ എയിം ഈസ് ഗ്രോയിങ്, അതൊരു ബ്രാൻഡിലേക്ക് ഇറ്റ് ഹാസ് ഗ്രോൺ ടു ദാറ്റ്. അപ്പോൾ ഈ സക്സസ് whom do you attribute this success to? അത് വൈഫിനും കൂടെ നിന്നവരും എന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ എനി ഫാക്ടർ, അതായത് വളർന്നു വരുന്ന ബിസിനസ്സുകാർക്ക്, അത് ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. അതല്ലാതെ ഓക്കെ ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടും എന്നൊരു ഉദ്ദേശത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയാൽ കിട്ടില്ല. നമ്മൾ വിൽക്കാൻ ഇറങ്ങുന്ന പ്രൊഡക്റ്റ് എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. നമ്മുടെ കയ്യിലിരിക്കുന്നത് 1 കിലോ ആപ്പിൾ ആണെങ്കിൽ അതെന്തിന് മറ്റൊരാൾ മേടിക്കണം എന്ന് അവൻ എപ്പോഴും ആലോചിക്കും. ശരിയല്ലേ? അത് എന്തിനാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്ന് ആലോചിക്കുക. അത് ഞാൻ എന്തിനാണ് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ഇപ്പൊ എയിമിന്റെ അടുത്ത് നിന്ന് എന്തിന് ജർമ്മൻ പഠിക്കണം എന്ന് സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ആലോചിക്കും. അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെർവ് ചെയ്യണോ അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടൊരു പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആള്, ബിസിനസ് ഭയങ്കര പെയിൻഫുൾ ആണ്, ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് അത്ര പെയിൻഫുൾ അല്ലായിരുന്നു അല്ലേ? ബേസിക്കലി നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റ്, ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് മാർക്കറ്റിങ്ങിന് വരുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഫ്രണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, മുന്നണി പോരാളികൾ എന്നൊക്കെ പറയുന്ന പോലെ. മാർക്കറ്റിംഗ് അല്ല, മാർക്കറ്റിംഗ് മാത്രം പോരാ. നമുക്ക് സെയിൽസിൽ സ്കില്ല് വേണം, ക്രൈസിസ് മാനേജ്മെന്റിൽ സ്കില്ല് വേണം, അഡ്മിനിസ്ട്രേഷനിൽ വേണം, പ്രൊഡക്റ്റ് നോളജ് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു സ്ഥാപനവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം പെട്ടെന്ന് വരും, വലിയൊരു പ്രശ്നമായിരിക്കും. അതിനെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ മനസാന്നിധ്യം വേണം. അതുണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ. നഷ്ടമുണ്ടാകും, ലാഭമുണ്ടാകും. ലാഭവും നഷ്ടവും ഒന്നും ഇല്ലാതെ പോകുന്ന വർഷങ്ങൾ കാണും. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണാൻ നമ്മൾ റെഡി ആയിരിക്കണം. പൈസ അല്ലെങ്കിൽ വലിയ പൈസ ലക്ഷ്യം വെച്ചുകൊണ്ട് ബിസിനസ്സിൽ ഇറങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. സോ അമീറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം സിസ്റ്റംസ് എല്ലാം പ്രോപ്പർലി സെറ്റ് ചെയ്യുക, ആ രീതിയിലായിരുന്നു? സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത്. ഇപ്പൊ ഞാൻ അവിടെ 2 ദിവസം ഇല്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കത്തില്ല. അതിനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഫാക്കൽറ്റി ഒരു ക്ലാസ്സിൽ കയറി ഒരു ഫാക്കൽറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു ഫാക്കൽറ്റി ഇന്ന് നിർത്തിപ്പോയെന്ന് വിചാരിക്കുക, നാളെ അവിടെ കയറുന്ന ഫാക്കൽറ്റിക്ക് ഒരു കുഴപ്പമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള ഏത് എംപ്ലോയി ആണെങ്കിലും അവർക്കത് കൃത്യമായി പഠിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ ആണോ അവിടെ നടക്കുന്നത് അത് കൃത്യമായി ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് അവിടെ ഉണ്ട്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടായോ? കുട്ടികൾ തമ്മിലുള്ള ഡിസ്കഷനോ എന്തെങ്കിലും പങ്കെടുത്തപ്പോൾ തോന്നിയോ അതിനെ പറ്റി? നമ്മൾ കൗൺസിലിംഗ് ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ എല്ലാവരും ഇത് പറയാറുണ്ട്, ജർമ്മൻ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്നൊരു ചോദ്യം എപ്പോഴും കേൾക്കാറുണ്ട്. അയ്യോ അത് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കും. പൊതുവേ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം പഠിച്ചെടുക്കാൻ നമുക്കൊരു സമയം വേണം. ആ ഒരു സമയം അതിന് കൃത്യമായിട്ട് കൊടുക്കണം.
50 ദിവസം കൊണ്ട് ജർമ്മൻ ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കാം എന്നൊരു സ്ഥാപനം പറഞ്ഞാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കരുത്. ചെറിയ ഫീസിൽ, വളരെ ചെറിയ ഫീസിൽ 50 ദിവസം കൊണ്ട് അഡ്മിഷൻ ജർമ്മൻ ഭാഷ നിങ്ങളെ പഠിപ്പിക്കാം എന്നൊരു സ്ഥാപനം പറഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കരുത്. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പം ആൽഫബറ്റ്സ് തൊട്ട് പഠിക്കണം, വൊക്കാബുലറി ട്രെയിനിങ് വേണം, ഗ്രാമർ പഠിക്കണം, പ്രൊനൗൺസിയേഷൻ പഠിക്കണം, അത് കഴിഞ്ഞ് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുള്ളൂ. അതിന് കുറച്ചധികം സമയം എടുക്കും. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം. ഒരു അഡൾട്ടാണ് പൊതുവെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്, അല്ലേ? നമ്മൾ 1ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ മുതലോ പഠിച്ചത് ആണ് 12th വരെ പഠിക്കുന്നത്. 12th കഴിഞ്ഞ ഒരു കുട്ടിയായിരിക്കും പൊതുവെ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി. സോ ഒരു പുതിയതായിട്ട് ഇത് ലേൺ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൽഫബറ്റ് തൊട്ട് നമ്മൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. ഇതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. പക്ഷെ കൃത്യമായി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നാൽ A1 A2 ലെവലൊക്കെ കുറച്ച് ഈസിയാണ്. B1 കുറച്ച് മോഡറേറ്റും B2 കുറച്ച് ഡിഫിക്കൽട്ടും പഠിക്കാനായിട്ട്. പക്ഷെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പാസ്സാവുന്നുണ്ട്. പിന്നെ ഈ ചോദിക്കുന്ന കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ജർമ്മനിയിൽ എത്തുക, അവിടെ പോയി വിദ്യാഭ്യാസം നേടുക, അവിടെ PR നേടുക, അവിടെ സെറ്റിൽ ആകുക എന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യം ഇവർക്കുണ്ട്, അല്ലെ? അതിന്റെ മുമ്പിൽ ഭാഷ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒബ്സ്റ്റക്കിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു കാര്യമല്ല, ചെറിയൊരു ഒബ്സ്റ്റക്കിളാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കുട്ടികൾക്ക് ഭാഷ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു റീസൺ മാത്രമാണ്, ഒരു എക്സ്ക്യൂസ് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് മാൻഡേറ്ററി ആയ ഒരു കാര്യം കൂടിയാണ്. ജർമ്മനിയിൽ പോകണമെങ്കിൽ നിങ്ങൾ ജർമ്മൻ പഠിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ പോയ ശേഷമാണ് C1 എല്ലാം പഠിക്കുന്നത്. C1 എല്ലാവർക്കും ആവശ്യമില്ല. ബേസിക്കലി നന്നായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ജർമ്മൻസ് ഈ കാര്യത്തിൽ കുറച്ച് ദേശീയവാദികളാണ്. ജർമ്മനിയിൽ നിങ്ങൾക്ക് ചെന്നതിന് ശേഷം ഇംഗ്ലീഷിൽ ഒരു സൈൻ ബോർഡോ ഒരു അനൗൺസ്മെന്റോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഏത് തരത്തിൽ മൂവ് ചെയ്യണമെങ്കിലും ഭാഷ വളരെ പ്രധാനപ്പെട്ട. ജർമ്മനി മാത്രമല്ല, അതിന്റെ ചുറ്റുവട്ടത്തുള്ള 6-7 രാജ്യങ്ങളിൽ ജർമ്മൻ ഭാഷ 99% സംസാരിക്കുന്നത്. ഈവൻ ജർമ്മനി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആ അവരെന്നെ പറഞ്ഞതാണ്, കൊളനൈസേഷന് വിട്ടുവന്ന ഒരു സംസ്കാരം, അതിനുശേഷമുള്ള ട്രോമ ഷോക്ക്, ദേ സ്റ്റിൽ ഹാവ് ദാറ്റ്. അത് കാരണം ജർമ്മൻ എന്നുള്ള ലാംഗ്വേജിനോട് അവർക്ക് വളരെയധികം അടുപ്പുണ്ട്. ആ രാജ്യം റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടിലാണ് അവർ ആക്ച്വലി ഇപ്പോൾ. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഹിന്ദി കൂടുതൽ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ അവർക്ക് തമിഴ് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ജർമ്മനിയിൽ കുറച്ച് കൂടുതലാണ്. അവിടെ എല്ലാ മേഖലയിലും അവര് ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കുള്ളൂ. അതെ, അവരോട് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പലരും ദേഷ്യപ്പെടുന്ന രീതിയിൽ വരെ എത്തിയത് കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. സോ അതുകൂടാതെ ഇപ്പൊ ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് ആൾക്കാർ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻ സെർച്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും. അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? പുറം രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ പൊതുവെ സംഭവിക്കുന്നത്, നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല, വികസിത രാജ്യം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രി അല്ല ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ മാൻ പവർ കൂടുതലുണ്ട്. 140 കോടി ജനങ്ങൾക്ക് മുകളിൽ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്തില്ല. ഏത് സർക്കാർ ഇനി മാറി മാറി ഭരിച്ചെന്ന് പറഞ്ഞാലും ഒരു സമയമെടുക്കും നമുക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാവാനായിട്ട്. പക്ഷെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ജർമ്മനി, അയർലൻഡ്, കാനഡ, UK, ഓസ്ട്രേലിയ, അമേരിക്ക, ഈ രാജ്യങ്ങളിലേക്കാണ് മൈഗ്രേഷൻ നടക്കുന്നത്. ഇവർക്കെല്ലാം സമ്പത്തുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷെ മാൻ പവർ ഇല്ല. ഇവർക്ക് മാൻ പവർ വേണം. പക്ഷെ വെറുതെ ഒരാള് നാളെ മുതൽ ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട. അവർക്ക് സ്കിൽഡ് ലേബേഴ്സിനെ വേണം. പൊതുവെ ഇവർ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലോ അവരുടെ യൂണിവേഴ്സിറ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്കൊരു 3 വർഷത്തെ കോഴ്സ് തരും. അതിനുശേഷം 2 വർഷം സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞ് 2 വർഷം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും, അല്ലെ? സോ ഈ സ്റ്റേ ബാക്ക് വരെയുള്ള 5 വർഷം കൊണ്ട് ഇവർ നമ്മളെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അസസ് ചെയ്യും. നമ്മളെ നോക്കും. നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല, നമ്മൾ നല്ലൊരു പൗരനാണെന്ന് ഇവർ മനസ്സിലാക്കും. അതിനുശേഷമാണ് ഇവർ PR പോലും തരുന്നത്. ബേസിക്കലി അവരുടെ ആവശ്യമാണ് നല്ല എംപ്ലോയീസിനെ, നല്ല പൗരന്മാരെ ആ രാജ്യത്തിന് വേണം എന്നുള്ളത്. അതിനവർ നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിലെ പൈസ എല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അവർ സാമ്പത്തികമായ നേട്ടവും ഉണ്ടാക്കും. അവർക്ക് ആവശ്യമുള്ള മാൻ പവർ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ രാജ്യത്തേക്ക് എത്തിക്കുന്നുണ്ട്. ക്വാളിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ്, അവർ ക്വാളിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്കിൽഡ് ലേബേഴ്സിനെ തന്നെ അവർക്ക് വേണം.
അതല്ലാതെ നല്ല സ്കിൽഡ് ലേബേഴ്സ്, തൊഴിൽ മേഖലയിലെ നൈപുണ്യം മാത്രം പോരാ, അവർക്ക് നല്ല സ്വഭാവമുള്ള ആളുകൾ വേണം. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളെയാണ് അവർക്ക് ആവശ്യം. സോ അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നന്നായിട്ട് പഠിക്കാത്ത ഒരു കുട്ടി ഏതെങ്കിലും ട്രിക്കിലൂടെ ജർമ്മൻ ഭാഷ വിജയിച്ചതിന് ശേഷം ജർമ്മനിയിൽ എത്തിയത് കൊണ്ട് കാര്യമില്ല, അവർ ചിലപ്പോൾ തിരിച്ചു കയറ്റുള്ളൂ. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പോവുക. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ട്രേഡ് ആണെങ്കിലും എന്ത് ജോലി ചെയ്യാനാണോ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ ആ രാജ്യത്തേക്ക് പോകുന്നത്, അവിടെ അവർക്ക് ആവശ്യം, അവർ പറയുന്ന ഗൈഡ് ലൈൻസ് എല്ലാം കൃത്യമായിട്ട്, അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ രാജ്യത്തേക്ക് പോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന് ബാധ്യതയാണെന്ന് അവർക്ക് മനസ്സിലായാൽ അവർ നമ്മളെ തിരിച്ച് കയറ്റിവിടാൻ സാധ്യതയുണ്ട്. എയിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേറെ വാട്ട് ഇസ് ദ എഡ്ജ് ദാറ്റ് എയിം ഹാസ് ഓവർ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ ആസ് സച്ച് എയിം എന്തുകൊണ്ട് ചൂസ് ചെയ്യണം ഒരാൾ? എയിം ആണ് ബെസ്റ്റ്, അതുകൊണ്ട് എയിം ചൂസ് ചെയ്യണം. ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും അവര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് വെറുതെ ഒരു സ്ഥാപനത്തിൽ വന്നു അവർക്കൊരു ഗുണവും ഇല്ല എന്ന് പറയില്ല. എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുമായിട്ട് സംസാരിക്കുക, അവരോട് ചോദിക്കുക അഭിപ്രായം. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഗുണമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കുട്ടികളോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി എന്ന് പറയാൻ പറ്റും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഏറ്റവും ഹാർട്ട് വാർമിംഗ് ആയിട്ടൊരു മൊമെന്റ് നിങ്ങളുടെ ഗ്രൂപ്പിലെ കാര്യം പറയാം, ഓർ ദ ഫോർമേഷൻ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ട് പറയാം. എനിത്തിങ് അങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ? സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്, എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, പഠിച്ചിറങ്ങിപ്പോയ ഒരു കുട്ടി അതിനുശേഷം ഒരു തവണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന്റെ പാരന്റ്സും അങ്കിളും ഒക്കെ ആയിട്ട് വന്നു, അമ്മാവനും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് വന്ന. അപ്പം HOD എന്നില്ല. ഞാൻ ചുമ്മാ നീ പറഞ്ഞിട്ട് വരാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരുമായിരുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ എന്ത് ചെയ്യും, സൈൻ ചെയ്ത് വെക്കായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വരാം എന്ന്. അപ്പൊ അവരുടെ ഉമ്മ പറഞ്ഞു അവർക്ക് ഇവിടെ വരാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. +2 വരെ പഠിച്ച സ്ഥാപനങ്ങളിലൊന്നും പോകാൻ താല്പര്യമില്ല, ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇത് നടന്നിട്ട് 1 വർഷം മുകളിലായി. ഇതിലും വലിയ കാര്യങ്ങളും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തു വെക്കുന്ന ഒരു കാര്യം അതാ, നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വരാൻ ഇഷ്ടമുണ്ടാവുക എന്ന് ആ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ നമ്മുടെ അടുത്ത് പറയുന്നത് വലിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ സ്ഥാപനത്തിന്റെ വിജയമാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നല്ലേ. അതല്ലേ നമുക്കും ആവശ്യം. ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഇത് മോശമാണെന്ന് ആളുകൾ പറയുന്നത് ആ സ്ഥാപനത്തിന്റെ തോൽവിയാണ്. അവരിനി എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയാലും, എത്ര അധികം വലിയ സ്ഥാപനമായിട്ട് മാറിയാലും, എത്ര എംപ്ലോയീസിന് ജോലി കൊടുത്താലും അവർ ചെയ്യുന്ന സർവീസ് മോശമാണെന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല അല്ലെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പകരം അവര് പറയണം, അവരുടെ സർവീസ് എടുക്കുന്ന ആളുകൾ പറയണം, ഓക്കെ ഇത് നല്ലതാണ്, ഇവര് മികച്ചതാണ്, നിങ്ങൾ ഇവിടെ പഠിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്തോ എന്ന് പറയണം. അതെ. ഈ ബിസിനസ് കാര്യം നോക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ആള് മുതൽ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചി ഓർ ഹൂഎവർ ഇറ്റ് ഈസ് ബേസിക് ലെവൽ വരെ ആ ഒരു വിഷൻ പാസ് ഓൺ ചെയ്താൽ മാത്രമേ ആ സ്ഥാപനത്തിന് ഒരു വിജയം ഉണ്ടാവും. എക്സാക്ട്ലി. ഇപ്പോ അമീറിന്റെ വിഷനായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കോൺഗ്രുവൻസി അത് നിലനിർത്തിയാൽ മാത്രമേ അതൊരു വിജയത്തിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ രീതിയിൽ എയിമിനെ വളർത്തിക്കൊണ്ടുവന്ന അമീറിനും അതേപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. എയിം ഇനിയും മുന്നോട്ട് പോട്ടെ, കൂടുതൽ സ്ഥാപനങ്ങൾ തുറക്കട്ടെ, കൂടുതൽ ഈ ക്വാളിറ്റിയോടും ഇതിനെക്കാട്ടിലും കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ എയിമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് അമീർ. താങ്ക് യു സോ മച്ച്.